Next one is Fleming's right hand rule. Fleming's right hand rule. Right hand എന്ന് പറഞ്ഞാൽ വലത് കൈ എടുക്കുക. വലത് കൈ തന്തവിരൽ എടുക്കുക. ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിക്കും. ഓക്കെ. ഇനി ചൂണ്ട് വിരൽ എടുക്കുക. ചൂണ്ട് വിരൽ. Then ഈ വിരൽ. അതിനുശേഷം മിഡിൽ ഫിംഗർ. ഇത് മൂന്ന് കിട്ടിയോ? ഇനി ഈ തന്തവിരലിന്മേൽ നിങ്ങൾ ഒരു പേര് എഴുതണം. സി. എന്താണ്? സി. എഴുതും. സി എഴുതും. വേണം. സി. എല്ലാവരും എഴുതിയാ? സി. ഇവിടെ നിങ്ങൾ എം എന്ന് എഴുതണം. എം. ഇത് ഇവിടെ ഐ എന്ന് എഴുതായി. CMI സഭയുണ്ട്. അറിയോ? ഓക്കെ. ഈ പഠിക്കാനില്ല. ഇനി നിങ്ങൾ എങ്ങനെ കൈ കളഞ്ഞാലും അത് മാറില്ല. അല്ല ഇങ്ങനെ പിടിക്കൂ. ഇവിടെ ഇതും തമ്മിൽ 90 ഡിഗ്രിയാണ്. കണ്ടോ? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് മൂന്ന് പേര്. ഇതും തമ്മിൽ 90 ഡിഗ്രി, ഇതും തമ്മിൽ 90 ഡിഗ്രി. ഇവരെല്ലാവരും പരസ്പരം എന്താണ്? 90 ഡിഗ്രിയാണ്. ഈ ഫിഗറിൽ അങ്ങനെയല്ല. നോക്കൂ, ഇവിടെ അങ്ങനെയാണ്. കണ്ടോ? അതായത് നോക്കൂ, 90 ഡിഗ്രി ഉണ്ടോ? ക്ലിയർ? 90 ഡിഗ്രി, 90 ഡിഗ്രി. ഇത് രണ്ടുപേരും നോക്കിയേ, 90 ഡിഗ്രിയാണ്. കണ്ടോ? ഇവിടെ ഇത് പ്ലെയിൻ ആയിട്ട്, ഇതൊരു പ്ലെയിൻ ആയിട്ട് വിചാരിക്കും. ഇത് പ്ലെയിൻ കണ്ടോ? ഒരു പ്ലെയിൻ. അപ്പൊ ഇതോ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെ മൂന്ന് പേരും എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അത്രയും മനസ്സിലായല്ലോ? ഇതെന്ന് പറഞ്ഞാൽ ചാലകം, കണ്ടക്ടർ. എന്താണ്? ചാലകം അഥവാ കണ്ടക്ടർ ആണ് ഉദ്ദേശിക്കുന്നത്. എം മിഡിൽ ഫിംഗർ എന്ന് ഉദ്ദേശിക്കുന്നത് എം തന്നെ മിഡിൽ ഫിംഗറിൽ തന്നെ എം ഉണ്ട്. ഒരു എം ഇല്ലേ? മിഡിൽ ഫിംഗർ എത്ര എം ഇല്ലേ? അപ്പൊ മാറിപ്പോയി. മിഡിൽ ഫിംഗർ മാഗ്നറ്റ്. മിഡിൽ ഫിംഗർ മാഗ്നറ്റ്. മിഡിൽ മാഗ്നറ്റ്. കണ്ടോ? കിട്ടി. Then ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ നേർക്കുള്ള ഇങ്ങനെ പിടിക്കാം. നിങ്ങളുടെ നേർക്ക് കാണുന്നത് ഐ, ഞാൻ. കണ്ടോ? നിങ്ങളുടെ മുഖത്തിന് നേരെ ഇങ്ങനെ പിടിക്കുക. അപ്പൊ നിങ്ങള് അതിലേക്ക് കയറിപ്പോണ ഈ കയ്യല്ലേ? ഞാൻ, ഐ. മിഡിൽ ഫിംഗർ നിങ്ങൾക്ക് തെറ്റൂല, ഐയും തെറ്റൂല. പിന്നെ ഒരാളെ ബാക്കിയുള്ളതാണ് സി. അപ്പൊ തന്തവരലായിരിക്കും സി. പിള്ളേർക്ക് അങ്ങോട്ട് പോലും മാറിപ്പോവാതിരിക്കാണ് പറഞ്ഞത്. മിഡിൽ ഫിംഗർ മാറാൻ പാടില്ല. അപ്പൊ എം മാഗ്നറ്റ്, ഐ ഞാൻ, ഐ. അപ്പൊ കറന്റ്. പിന്നെ ഇതെന്തുവാ? കണ്ടക്ടർ സി, ചാലകം. ഓക്കെ. അപ്പോ വൈദ്യുതി കടന്നു പോകുമ്പോൾ ചാലകം മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷൻ. ചാലകം ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ കാന്തം ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. മനസ്സിലായോ? കറന്റ് ഉണ്ടാവുന്ന ഡയറക്ഷനിലാണ്, ഈ ഡയറക്ഷനിലാണ്. അതായത് മൂന്നുപേരും പരസ്പരം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയി. വ്യക്തമായിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തൽക്കാലം ചുരുക്കി പറയണം. ഇതെന്താണ്? ചാലകത്തിന്റെ മോഷൻ. ഇതെന്താണ്? മാഗ്നറ്റിന്റെ മോഷൻ. ഇതെന്താണ്? കറന്റ്. മാഗ്നറ്റിന്റെ മോഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷനെയാണ്, മോഷനെയല്ല, ഡയറക്ഷനെയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയൊന്നും മനസ്സിലാവില്ല. ഞാൻ ഒരു എക്സ്പെരിമെന്റ് കാണിച്ചു തരാം. നോക്കിക്കോ, ശ്രദ്ധിച്ചിരിക്കാം കേട്ടാ. എന്റെ കയ്യില് ഒരു കാന്തുണ്ട്. ഈ ഷേപ്പിലാണ് കാന്തം. നോർത്ത് സൗത്ത്. ക്ലിയർ ആണ്? നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ആയിരിക്കും. എങ്ങോട്ടായിരിക്കും? ഇങ്ങനെ. കിട്ടിയോ? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. ഇതിനകത്ത് ഞാനൊരു കമ്പി ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നു. ഒരു കമ്പി ഇങ്ങനെ തൂക്കിയിട്ടേക്കും. കണ്ടോ? കിട്ടിയോ? എന്നിട്ട് കമ്പി ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. അതിനകത്തേക്ക് ഞാൻ വൈദ്യുതി കൊടുക്കും. ഇത് കൊടുക്കണേ, വൈദ്യുതി. അപ്പൊ ഇലക്ട്രിസിറ്റി ഇവിടെ കടന്നു വരുമല്ലോ, വരില്ലേ? കമ്പിയുടെ അണ്ടത്ത് വരില്ലേ? അപ്പൊ ഇതിന് ചുറ്റും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഓസ്റ്റഡ് എക്സ്പെരിമെന്റ് പഠിപ്പിച്ചില്ലേ സാറ്? ഫസ്റ്റ് ഒരു വയറിലൂടെ വൈദ്യുതി കടന്നു പോയാൽ അതിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഒരു കമ്പിച്ചീറിലൂടെ വൈദ്യുതി കടന്നു പോയാൽ അതിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവൂലേ? ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ഇതിലൂടെ കറണ്ട് കടന്നു പോയി ഇതിലൂടെ അങ്ങോട്ട് പോകുമ്പോ ഇതിന് ചുറ്റും എന്തുണ്ടാവുന്ന? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നില്ലേ? സപ്പോസ് ഇത് നോർത്ത് പോളാണ്, ഇത് സൗത്ത് പോളാണെന്ന് വിചാരിക്കും.
അങ്ങനെയാണെങ്കിൽ ഈ നോർത്ത് പോൾ ഒരു തള്ളിച്ചു ഒരു തള്ളു കൊടുക്കും. കാരണം ഈ നോർത്തിന് എന്ത് ചെയ്യില്ല, അട്രാക്ട് ചെയ്യില്ല. മനസ്സിലായ സാധനം. അറ്റ് ദ സെയിം ടൈം സൗത്ത് പോൾ ഇതിനെ അട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ ഒരു സാധനം തൂങ്ങി കിടക്കണം, ഒരാളോട് തള്ളണം, ഒരാളോട് വലിക്കണം. അപ്പൊ ഇയാൾക്ക് എന്താ സംഭവിക്കുക? അപ്പൊ ആര് മൂവ് ചെയ്തു? ചാലകം, കണ്ടക്ടർ, വയർ മൂവ് ചെയ്തു. ആര് മൂവ് ചെയ്തു? വയർ മൂവ് ചെയ്തു. ആര് മൂവ് ചെയ്തു? വയർ മൂവ് ചെയ്തു. കണ്ടോ? ദാറ്റ് ഈസ് ദ മോഷൻ ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടറിന്റെ എന്താണ് മോഷൻ? കിട്ടിയോ? അപ്പോ ഇവിടെ വൈദ്യുതി കൊടുത്തുകൊണ്ടാണ് കണ്ടക്ടർ എന്ത് ചെയ്തത്? മോഷൻ നടത്തിയത്. ഇവിടെ എന്താ ചെയ്യുന്നത്? വൈദ്യുതി അങ്ങോട്ട് കൊടുത്തു, എന്നിട്ട് എന്തുണ്ടാക്കി? കണ്ടക്ടറിനെ കൊണ്ടൊന്ന് ചലിപ്പിച്ചു. വൈദ്യുതി, അതാണ് മോട്ടർ എങ്ങനെയാണ് നോക്കൂ. മോട്ടറിന്റെ ഒരു ഉള്ളു പറയുന്നത് മോട്ടർ. ഇവിടെ ഇങ്ങനെ കാന്തം വെച്ചിരിക്കുന്നു, ഇവിടെ ഇങ്ങനെ രണ്ട് കാന്തം, നോർത്ത് പോള് സൗത്ത് പോൾ. കണ്ടോ? ഇതിന്റെ ഉള്ളിലാണ് എന്താണ് കമ്പിച്ചുരുള്. ക്ലിയർ? നമ്മൾ വൈദ്യുതി ഇങ്ങനെ കൊടുക്കുമ്പോൾ കമ്പിച്ചുരുളി ഇങ്ങനെ ഒന്ന് കറങ്ങും. കണ്ടോ? മനസ്സിലായോ? വൈദ്യുതി നമ്മൾ കൊടുക്കുമ്പോൾ കമ്പിച്ചുരുളി ഇങ്ങനെ കറങ്ങുന്നത് എന്തുകൊണ്ട് കറങ്ങുന്നു? ഇതാണ് അവസ്ഥ. വൈദ്യുതി ഇങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു സൈഡ് എന്താവും? നോർത്ത് ആവും, ഒരു സൈഡ് എന്താവും? സൗത്ത് ആവും. അപ്പോ ഈ നോർത്തിനെ പുള്ളയും ഇതിന് സൗത്തിനെ എന്തെയും വലിക്കും. അപ്പൊ ഇതിൽ ഇങ്ങനെ നമ്മൾ കറങ്ങാണ്ട് വേറെ നിർത്തിയില്ല. അപ്പൊ ഇതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കറങ്ങും, പഠിപ്പിക്കുന്ന എല്ലാവർക്കും കറങ്ങും. മനസ്സിലായോ? അപ്പോ മോട്ടറിനകത്ത് ഇങ്ങനെയാണ് സിറ്റുവേഷൻ. എന്നാൽ നമുക്ക് വേണ്ടത് അതല്ല. ഇപ്പൊ അത് അവസാനം പഠിക്കാനുള്ളതാണ്. നമുക്ക് വേണ്ടത് ഇതിന്റെ റിവേഴ്സ് പ്രൊസീജിയറാണ്. എന്തായിരിക്കും റിവേഴ്സ് പ്രൊസീജിയർ? ഇവിടെ നമ്മൾ കറണ്ട് കൊടുത്തു മക്കളെ, കറണ്ട് കൊടുത്തിട്ട് ഇത് കറക്കി. നമുക്ക് തിരിച്ചു വരണമെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കറക്കിയിട്ട് കറണ്ട് ഉണ്ടാക്കണം. മനസ്സിലായോ സാർ? പറഞ്ഞു മനസ്സിലായോ? ഇതേ അറേഞ്ച്മെന്റിൽ നമ്മൾ കറണ്ട് കൊടുത്തിട്ട് ഇതിനേക്ക് കറക്കി. ഓക്കെ, മോട്ടർ നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. ഇതേ കറണ്ട് കൊടുത്ത് ഓൺ ചെയ്ത് മോട്ടർ ഇറങ്ങുന്നു. അതിന് കാരണം എന്താ? കറണ്ട് ഇതിലൂടെ കടന്നു പോകുമ്പോൾ എന്താ? കറണ്ട് ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഇത് രണ്ടറ്റസും എന്തായി മാറും? നോർത്ത് സൗത്ത് ആയി പോകും. അപ്പൊ കാന്തത്തിനുള്ളിലല്ലേ നിൽക്കണേ. അപ്പൊ ഈ കാന്തത്തിന്റെ നോർത്ത് ഈ പറയുന്ന ചാലകത്തിന്റെ നോർത്തിന് എന്ത് ചെയ്യും? തള്ളുകൊടുക്കും. അപ്പൊ ആ നോർത്തിന് ഇവിടെ എന്ത് ചെയ്യും? വലിക്കും. മനസ്സിലായോ? അപ്പൊ ഈ സൗത്ത് ഇതങ്ങനെ എന്ത് ചെയ്യും? വലിക്കും. കണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ എന്താണ് റൊട്ടേറ്റ് ചെയ്തിരിക്കണോ? അങ്ങനെ എന്ത് കറങ്ങണേ? അങ്ങനെയാണ് മോട്ടോർ കറങ്ങണേ കറണ്ട് കൊടുക്കുമ്പോൾ. അത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. കിട്ടിയോ? ഇതിന്റെ റിവേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ. റിവേഴ്സ് ആലോചിക്കണ എങ്ങനെയാണ്? കറണ്ട് കൊടുത്തപ്പോൾ ഇത് കറങ്ങിയെങ്കിൽ കറങ്ങുമ്പോൾ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ കറങ്ങുന്നത് ഈ ഡയറക്ഷൻ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇതാണ്, കറണ്ട് ഡയറക്ഷൻ. അപ്പൊ മൂന്ന് ഡയറക്ഷൻ പറയണ്ടേ? ഒരു ചാലകം കിടന്ന് ഇങ്ങനെ കറങ്ങുന്ന ഒരു ഡയറക്ഷൻ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു ഡയറക്ഷൻ. അതിന്റെ ഫലമായി ഇതിനകത്ത് എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് പോകുന്നത് വേറൊരു ഡയറക്ഷൻ. കിട്ടിയോ? ആ മൂന്ന് ഡയറക്ഷനും എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് ആരാണ്? ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. അപ്പൊ റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. കാന്തത്തിന്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് വിചാരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് വിചാരിക്കും. ഈ പറയുന്ന ചാലകം കറങ്ങുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് വിചാരിക്കും. എങ്കിൽ കറണ്ട് എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, മീൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. കിട്ടിയോ? ഇനി നമുക്ക് ആ ഫിഗർ ഒന്ന് നോക്കാം. ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നോക്കേ. ഇവിടെ ഒരു സൗത്ത് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, ഇവിടെ നോർത്ത് ഒരു കാന്തം കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് എന്താണ്? ചാലകം. അപ്പൊ നോർത്തിന് സൗത്തിലേക്കാണ് ഡയറക്ഷൻ. ഓക്കെ, നോർത്തിന് സൗത്തിലേക്ക് ഡയറക്ഷൻ. ഇതാണ് ഡയറക്ഷൻ. ആദ്യത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. കിട്ടിയോ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ക്ലിയർ ആണോ? നോർത്തിന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇനി നമുക്ക് രണ്ട് ഡയറക്ഷൻ വേണം. ഒന്ന് ചാലകത്തിന്റെ ഡയറക്ഷൻ വേണം, പിന്നെ എന്ത് ഡയറക്ഷൻ വേണം? കറണ്ട് ഡയറക്ഷൻ. കറണ്ട് നമ്മൾ ഉണ്ടാക്കിയല്ലേ? കറണ്ട് ആദ്യം പറയോ നമ്മള്? ഇല്ല. കറണ്ട് പറയോ? ഇല്ല. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ മാറ്റാൻ പറ്റുമോ? പറ്റൂല. ഇത് നമ്മൾ ഇവിടെ കൊണ്ടൊന്നും വെച്ചിട്ടില്ല. വെറുതെ വെക്കുന്ന സമയത്ത് നോർത്തിന് സൗത്തിലേക്കുള്ള ഡയറക്ഷൻ അങ്ങനെ തന്നെ, ഒരു വ്യത്യാസമില്ല. അത് നിങ്ങൾ എങ്ങനെ തിരിച്ച് മറച്ചു വെച്ചാലും നോർത്തിന് സൗത്തിലേക്കാണ് എന്ത് ഡയറക്ഷൻ. അപ്പൊ നിങ്ങൾ നോർത്തിൽ കൂടെ കൈ പിടിക്കണം. അപ്പൊ നിങ്ങൾക്ക് ശരിയായി, ഇത് ശരിയായി സാർ. ഉണ്ടോ? മിഡിൽ ഫിംഗർ നോർത്തിന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, അത് ഓക്കെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മിഡിൽ ഫിംഗർ. ഓക്കെ, മിഡിൽ ഫിംഗറിലെല്ലാം എന്താണ്? ഈ ഫിംഗറിന്റെ പേര് എന്താണ്? ഫോർ ഫിംഗർ. മിഡിൽ ഫിംഗർ അല്ല, ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഡയറക്ഷൻ. മനസ്സിലായോ? ഇത്രയും ചിന്തിച്ചാൽ മതി. രണ്ട് കാന്തം കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ നോർത്തിന് സൗത്തിലേക്ക് ഡയറക്ഷൻ ഉറപ്പായിട്ടുണ്ടോ? അതാണ് ഇത്. ഇങ്ങനെ പിടിച്ചു.
കറണ്ട് ഉണ്ടായിട്ടില്ല. കറണ്ട് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നേരത്തെ പഠിച്ചു. ഒന്നില്ലെങ്കിൽ ചാലകം മൂവ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് കാന്തം മൂവ് ചെയ്യണം. ഏതെങ്കിലും ഒരാളെ നിങ്ങൾ മൂവ് ചെയ്യിക്കണ്ടേ. അങ്ങനെ ഇവിടെ കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ചാലകം, ഒരു കമ്പി ഇവിടെ വെച്ചു. നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു കമ്പി വെച്ചു. ഈ കമ്പി നിങ്ങൾ ഇതിനെ കട്ട് ചെയ്യണമെങ്കിൽ മുകളിലേക്ക് താഴേക്ക് കൊടുക്കണം, അത് ഇങ്ങനെ കാണിക്കണം. മനസ്സിലായില്ല? ഇതാണ് മാഗ്നറ്റിന്റെ ഡയറക്ഷൻ. കണ്ടോ? ഇങ്ങനെ കുറെ വള്ളികൾ ഇങ്ങനെ കെട്ടിയേക്കുന്നത് ഞാൻ. മനസ്സിലായോ? കുറെ വള്ളികൾ ഇങ്ങനെ കെട്ടിയേക്കണം. ഇതാണ് ഇതിന്റെ ഡയറക്ഷൻ, കാന്തത്തിന്റെ ഡയറക്ഷൻ. ഇതാണ് നമ്മുടെ എന്ത് കമ്പി. ഈ കമ്പി ഇവിടെ നിന്ന് വെച്ചുകൂടെ. ഇതിനെ കട്ട് ചെയ്താലേ ഇതിനകത്ത് വൈദ്യുതി ഉണ്ടാവുള്ളൂ. നേരത്തെ പഠിച്ചത് എങ്ങനെയാ? മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യുമ്പോഴേ ഇതിനകത്ത് വൈദ്യുതി ഉണ്ടാവുള്ളൂ. ഇതിനെ കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് കാര്യമുണ്ടോ? പിന്നെ എന്ത് ചെയ്യണം? ഇതേന്ന് ആലോചിച്ച് നിങ്ങൾ കുറെ വള്ളി ഇങ്ങനെ കെട്ടാ, എന്നിട്ട് വടി താഴെ കൊണ്ട് നോക്കാം, എന്നിട്ട് മുകളിലോട്ട് പിടിക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? ആ വള്ളി കൊണ്ട് ഇടിക്കൂലേ? വള്ളിയൊക്കെ പൊട്ടിപ്പോകൂലേ? ഇതിങ്ങനെ കാണിക്കാം. അണ്ടാ കൈത്തറിന്ന് ഇങ്ങനെ ആൾക്കാർ എന്താണ് നൂലിങ്ങനെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ടോ? നിങ്ങളൊരു വടി കൊണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് താഴോട്ട് കാണിക്കാം, അതൊക്കെ പണഞ്ഞു പോകും. മനസ്സിലായോ? അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ലാന്ന്. ഓക്കെ, അപ്പൊ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ഇങ്ങനെ കുറെ കമ്പികൾ, ഇങ്ങനെ കുറെ വള്ളികൾ കെട്ടിയേക്കണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ താഴെ മുകളിലോട്ട്, മുകളിൽ താഴോട്ട് കാണിച്ചിട്ട് കട്ടായി പോകും. ഓക്കെ, അത് ലൈറ്റ് ആണ് വിചാരിച്ചു നോക്കി, ലേസർ ലൈറ്റ് ആണ് വിചാരിച്ചു നോക്കി. ലേസറിന്റെ റെഡിന്റെ ലൈറ്റ് ആണ്. അപ്പൊ നമ്മൾ വടി ഇട്ടിങ്ങനെ കട്ടായി പോയി, പിന്നെയും കട്ടായി. കണ്ടോ? കിട്ടിയോ? അപ്പൊ മൂവ്മെന്റ് എങ്ങനെയായിരിക്കണം? മുകളിലേക്കും താഴെ. അപ്പൊ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇങ്ങോട്ട് നമ്മുടെ ഈ വിരലിന്റെ മൂവ് ചെയ്യുമ്പോൾ മുകളിലേക്ക് നമ്മുടെ തന്തവിരൽ മൂവ് ചെയ്യുന്നു. അതായത് ഇത് മൂവ് ചെയ്യുന്നു, ചാലകം, കണ്ടക്ടർ മൂവ് ചെയ്യുന്നു. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത്, ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ഇങ്ങോട്ട് വരും. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. അപ്പൊ കറണ്ട് ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാല് ഇത് നോക്കൂ, ഇവിടെയാണ് നമ്മൾ ഗാൽവനോമീറ്റർ വെച്ചിരിക്കുന്നത്. കറണ്ട് ഇതിലൂടെ ഇങ്ങനെ വന്ന് കിട്ടിയോ? അപ്പൊ കറണ്ട് ഇങ്ങനെ കിട്ടി. അപ്പോ കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ദി മിഡിൽ ഫിംഗർ. ഇതെന്താണ്? കാന്ത ശക്തിയുടെ ഡയറക്ഷൻ. ഇതെന്താണ്? നിങ്ങൾ മൂവ് ചെയ്യുന്ന ചാലകത്തിന്റെ ഡയറക്ഷൻ. അപ്പൊ ആ ചാലകത്തിൽ, നിങ്ങളുടെ ചാലകം ഇതാണ്, കണ്ടക്ടർ ഇതാണ്. ആ ചാലകത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വരണ്ടോ, കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. അത് എങ്ങനെ വരാം? അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, നിങ്ങളുടെ നേർക്കാണ് വരാം. കണ്ടോ? ദിസ് ഈസ് നോൺ ആസ് എന്താണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പൊ ആദ്യം നിങ്ങൾ കാന്തിക മണ്ഡലം ഉണ്ടാക്കി, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കി, നിങ്ങൾ ഒരു ചാലകം കൊണ്ടുവന്ന് വെച്ചു, അത് മുകളിലേക്ക് താഴേക്ക് ചലിപ്പിച്ചു. കണ്ടോ? ചലിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് വന്നു. അതിനകത്ത് എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് മൂവ് ചെയ്യുന്നത് നിങ്ങളുടെ നേർക്കാണ്, അതായത് ഇതിൽ നിങ്ങോട്ടാണ് എന്നാണ് ആര് പറഞ്ഞത്? ഫ്ലെമിങ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞ, അദ്ദേഹം ഉണ്ടാക്കിയ റൂളാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. വായിച്ചേക്കാൻ. Stretch the forefinger, middle finger and thumb of the right hand in mutually perpendicular directions. If the forefinger represents the direction of the magnetic field and the thumb represents the direction motion of the conductor, then the middle finger represents the direction of the induced current. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാ, മിഡിൽ ഫിംഗർ, അതുപോലെ എന്താണ് തമ്പ്, അതുപോലെ എന്താണ് ഫോർ ഫിംഗർ, തമ്പ്, മിഡിൽ ഫിംഗർ. അങ്ങനെയാണെങ്കിൽ ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? കാന്തത്തിന്റെ എന്താണ്? ബലരേഖകളുടെ ദിശ. മനസ്സിലായോ? Magnetic field direction. This is in the motion of the conductor and this is എന്താണ്? Induced current. കറന്റ് ഉണ്ടാവുന്ന ഡയറക്ഷൻ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. കിട്ടിയോ? അങ്ങനെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ താഴേക്ക് ആരോ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? താഴേക്ക് ആരോ. ഓക്കെ, സോ അത് പഠിച്ചിട്ട് വരാം നെക്സ്റ്റ്.